ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റോടുകൂടി ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബാംബൂ സ്റ്റിക്ക് വേണം. പിന്നെ കുറച്ച് വലിയ ചെമ്മീനാണ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. തൊലി നീക്കം ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി കുറച്ച് ബാംബൂ സ്റ്റിക്കാണ് വേണ്ടത്. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചെമ്മീനിൽ നിന്നും നമുക്ക് ബാംബൂ സ്റ്റിക്ക് കയറ്റിയെടുക്കാം. അതിന് ആദ്യം വാലിൻ്റെ വശത്ത് കൂടി ബാംബൂ സ്റ്റിക്ക് മെല്ലെ കയറ്റിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കയറ്റുമ്പോൾ ചെമ്മീനൊന്ന് നന്നായിട്ട് മുറുകെ പിടിക്കണം. ഇതല്ലാതെ വേറൊരു വഴി കൂടിയുണ്ട്. അത് ചെമ്മീൻ തൊലി നീക്കം ചെയ്യാതെ വാലിൻ്റെ വശത്ത് കൂടി ബാംബൂ സ്റ്റിക്ക് കയറ്റിയെടുക്കാം. ബാംബൂ സ്റ്റിക്ക് കയറ്റിയ ശേഷം നമുക്ക് തൊലി നീക്കം ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ ചെമ്മീനും ബാംബൂ സ്റ്റിക്ക് കയറ്റിയിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാതും ഇങ്ങനെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് മൈദാപ്പൊടിയും 1/4 കപ്പ് കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കുമ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നടുവിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 1 നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒന്നാകെ ഒഴിക്കാതെ ഇതേമാതിരി കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ അവസാനം നമുക്ക് ഇതേമാതിരിയുള്ള മസാലക്കൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഓരോ ചെമ്മീനും എടുത്തിട്ട് ഇതേമാതിരി മസാല തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ചെമ്മീൻ ഒന്നാകെ എടുത്തിട്ട് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാ ചെമ്മീനിലും മസാല നന്നായിട്ട് പിടിക്കുന്നതാണ്. നന്നായിട്ട് തിരിച്ചും മറിച്ചും ബാംബൂ സ്റ്റിക്കോട് കൂടിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഓരോന്നിലും മസാല തേക്കുന്നതിനേക്കാളും ഇതാണ് കുറച്ചുകൂടി എളുപ്പമുള്ളത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ ബാംബൂ സ്റ്റിക്കും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം ഇത് കുറച്ച് വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ കുറച്ച് വേവ് മറ്റേ ചെമ്മീനെ അപേക്ഷിച്ച് ഉണ്ടാവുന്നതാണ്. ഒരു വശം നന്നായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാംബൂ സ്റ്റിക്ക് കുത്തിയോട് തന്നെ വളരെ എളുപ്പമാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ. തിരിച്ചും മറിച്ചുമിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഓരോന്നും മാറ്റി കൊടുക്കാം.
ഇങ്ങനെ എല്ലാ ചെമ്മീനും ഇതേമാതിരി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലൊരു ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ വലിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ബാംബൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതേമാതിരി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണിത്. ഇനി ബാക്കി വന്നിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ്റെ ആദ്യം പൊരിച്ചതിൽ നിന്ന് അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം അടുത്ത ചെമ്മീനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ചെമ്മീനും ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.